ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പെടുത്ത ടോപ്പിക്സ് ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അഗൈൻ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ പ്രിസൈസ് ആണ്. എങ്ങനെ ഒരു ISL സോണിനെ ചെറുതാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു 1 hour ISL ഒക്കെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 250 പിപ്സോ 200 പിപ്സോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ചെറിയ പിപ്സിലേക്ക് മാറ്റുന്നത് എന്ന് ആണ് ഈ സോൺ പ്രിസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 250 പിപ്സ് ഉള്ളത് നമുക്ക് പ്രിസൈസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 50 പിപ്സ് അല്ലെങ്കിൽ 60 പിപ്സ് ഒക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ സോൺ പ്രിസൈസ് ചെയ്യുന്നത് ഓൺലി 2 ടൈം ഫ്രെയിം ലോവർ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, H4ന്റെ ISL ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ H4നെ H1ലേക്കും M30ലേക്കുമാണ് പ്രിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ H1ന്റെ ISL സോൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ M30ലേക്കും M15ലേക്കുമാണ് പ്രിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരിക്കലും നമ്മൾ M5ലേക്കോ M1ലേക്കോ M3ലേക്കോ ഒന്നും പോയി പ്രിസൈസ് ചെയ്യരുത്. 2 ടൈം ഫ്രെയിം ആണ് നമുക്ക് ആകെ പ്രിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ M30 ആവുമ്പോൾ M15ഉം M5ഉം ഇങ്ങനെയാണ് നമ്മൾ സോൺ പ്രിസൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ബുള്ളി സിനാരിയോയില് എങ്ങനെയാണ് സോൺ പ്രിസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ സെറ്റപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോ H1ലാണ് ഞാൻ നോക്കുന്നത്. H1ല് ഫസ്റ്റ് എന്താണ് സെറ്റപ്പ് വേണം അല്ലെ? അപ്പൊ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, 2 ബ്രേക്ക്ഔട്ട് കിട്ടി. ഇനി ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് തന്ന സ്ഥലത്തേക്ക് പുൾ ബാക്ക് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് തന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇവിടെ 2 ടൈപ്സ് മൂവ്മെന്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൂവ്മെന്റ്, സെക്കൻഡ് മൂവ്മെന്റ്. ഓക്കെ. അപ്പൊ ഈ സെക്കൻഡ് മൂവ്മെന്റിന്റെ ISL ആണ് ഇവിടെ ഈ ഒരു സിനാരിയോയിൽ എടുക്കേണ്ടത്. കാരണം എന്താ? റൈറ്റ് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയേക്കുന്നത്. ഫസ്റ്റ് മൂവ്മെന്റ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഔട്ട് കിട്ടിയേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല, റൈറ്റ് സൈഡിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് മൂവ്മെന്റ് ISL എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ സെക്കൻഡ് മൂവ്മെന്റ് ISL ഏതാണ്? സെക്കൻഡ് മൂവ്മെന്റ് ISL ഇതാണ്. പെർഫെക്റ്റ് എൻഗൾഫ് ആണ് വന്നേക്കുന്നത്. ഈ പെർഫെക്റ്റ് എൻഗൾഫിന്റെ ചെയ്തേക്കുന്ന ഈ വലിയ ക്യാൻഡിലാണ് നമ്മുടെ ISL സോൺ എന്ന് പറയുന്നത്. ഇത് ഹ്യൂജ് ക്യാൻഡിലാണ്. 72 അറൌണ്ട് 400 പിപ്സിന്റെ ചേഞ്ചസ് ഉണ്ട് ഈ സോൺ. അപ്പൊ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. കാരണം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ 400 പിപ്സ് താഴെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പൊ ഇത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് സോൺ പ്രിസൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ആകെ നമുക്ക് 2 ടൈം ഫ്രെയിമിലേക്കാണ് പ്രിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ 30 മിനിറ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ. 30 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ എഗൈൻ ഒരു എൻഗൾഫ് കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു എൻഗൾഫിങ് കാണുന്നുണ്ട്. അപ്പൊ ഈ എൻഗൾഫിങ്ങിന്റെ ഇവിടെയുള്ള ISL ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ 400 പിപ്സ് എന്നുള്ളത് ഈ ഒരു ക്യാൻഡിലേക്ക് ചുരുക്കമാണ്. ഇതാണ് ഇവിടുത്തെ ISL വരുന്നത് അല്ലേ? ഇപ്പോ ഇതും ഉണ്ട്, ഏകദേശം ഒരു 150 പിപ്സോളം ഇതും ഉണ്ട്. സോ നമുക്ക് 2 ടൈം ഫ്രെയിം വരെ പ്രിസൈസ് ചെയ്യാൻ പറ്റൂല്ലേ? അപ്പൊ ഈ ഒരു M30 സോണിനെ M15ലേക്ക് നമുക്കൊന്ന് പ്രിസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു എൻഗൾഫിംഗ് ഉണ്ട്. ഈ എൻഗൾഫിങ്ങിന്റെ ഇവിടെയുള്ള ISL മാർക്ക് ചെയ്യുക. എങ്ങനെയാണ് ISL മാർക്ക് ചെയ്യേണ്ടത്? ബൈ സെറ്റപ്പിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിലിന്റെ ഇവിടെ എന്ത് എൻഗൾഫിംഗ് ആണ് വന്നേക്കുന്നത്? QM എൻഗൾഫ് അല്ലേ? ഇതിനെ 2 ക്യാൻഡിൽ കൊണ്ടാണ് എൻഗൾഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അതും ഇല്ലെങ്കിൽ അഗൈൻ റൈറ്റ് സൈഡിലേക്ക് 1 ടൈം കൂടെ നോക്കുക. അവിടെ നമുക്ക് ISL കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് പ്രിസൈസ് ചെയ്യേണ്ടത്. 2 ടൈം ഫ്രെയിം വരെ മാക്സിമം നമുക്ക് ലോവറിൽ പോയി എൻട്രി സോൺ പ്രിസൈസ് ചെയ്യാം. കണ്ടോ? ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ആയത് കണ്ടോ? ഇങ്ങനെയാണ് സോൺ പ്രിസൈസ് ചെയ്യേണ്ടത്. ഇനി ഒരു വേറെ സെറ്റപ്പിൽ എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. M13ലാണ് സെറ്റപ്പ് നോക്കിയേക്കുന്നത്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും സെറ്റപ്പ് നോക്കാം.
അപ്പോൾ ഇവിടെ ടു ബ്രേക്ക്ഔട്ട് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, ടു ബ്രേക്ക്ഔട്ട് ആയി നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലേ. ഇതാണ് ഫസ്റ്റ് മൂവ്മെന്റ്. ഇവിടെ സെക്കൻഡ് മൂവ്മെന്റ് എന്ന് ഇല്ല, കാരണം ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL? ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL വരുന്ന ഈ ഒരു ബ്ലാക്ക് വലിയ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതും അത്യാവശ്യം വലിയ പിപ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് പ്രിസൈസ് ചെയ്ത് നോക്കാം. ഇപ്പൊ റീസെന്റ് ഈ ഒരു സോണിൽ നിന്നാണ് പ്രൈസ് ഫാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 15 മിനിറ്റിലേക്ക് നമുക്ക് പ്രിസൈസ് ചെയ്ത് നോക്കാം. 15 മിനിറ്റിൽ പ്രിസൈസ് ചെയ്ത് നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഇല്ല. ഇതായിരിക്കും നമ്മുടെ സോൺ വരുന്നത്, ഇത്. ഓക്കെ, ദെൻ ഒരു ടൈം ഫ്രെയിമും കൂടെ ലോവറിൽ പോയി 5 മിനിറ്റിൽ പോയി പ്രിസൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ ഇവിടുത്തെ എൻഗൾഫിങ്, ഇവിടെ എൻഗൾഫിങ് കണ്ടോ? ഈ എൻഗൾഫിങ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇത് അതേപോലെ തന്നെ ഇതിന്റെ ഹൈ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ്ങിന്റെ ഹൈല്, ഇപ്പൊ ഒരു സെല്ലാണ് എടുക്കുന്നതെങ്കിൽ നിയറസ്റ്റ് സ്വിങ്ങിന്റെ ഹൈല് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ മേ ബി SL ഹിറ്റ് ആയിട്ട് നമ്മുടെ ഡയറക്ഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതാണ് 5 മിനിറ്റ് സെറ്റപ്പ് വന്നേക്കുന്നത്. 5 മിനിറ്റിന്റെ ISL മാർക്ക് ചെയ്തപ്പോൾ എങ്ങനെ വന്നു കണ്ടോ? കറക്റ്റ് ഇവിടെ നിന്ന് ഈ 5 മിനിറ്റിന്റെ സോണിൽ നിന്നാണ് പ്രൈസ് ഫാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല പിപ്സ് ഫാൾ ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് SL വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, സ്പ്രെഡ് ആണെങ്കിൽ പോലും ഇത് അടിച്ചിട്ടായിരിക്കും ഈ ഫാൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈഡ് അല്ലെങ്കിൽ സ്വിംഗ് ലോഡ് താഴെ അല്ലെങ്കിൽ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സോൺ പ്രിസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്, ബൈ.